ഒന്ന് നാട് പിടിക്കാനുള്ള യാത്ര മറുനാടൻ മലയാളികൾക്ക് എന്നും ദുരിതമാണ്. ദില്ലിയിൽ നിന്ന് നാട്ടിലേക്ക് വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അതത്ര എളുപ്പമല്ല. ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാനില്ല. മറ്റു വഴികൾ ആലോചിച്ചാലും ആശ്വാസത്തിന് വകയില്ല. ടിക്കറ്റ് നിരക്ക് കേട്ടാൽ തല കറങ്ങുന്ന അവസ്ഥയാണ്. ഓണമാണല്ലോ, നമ്മളെല്ലാവരുടെയും ആഘോഷമാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നാട്ടിലേക്ക് പോകാനൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കറിയാം, ഫ്ലൈറ്റ് ടിക്കറ്റ് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് റേറ്റ് വർധനവാണ്. അപ്പോഴത്തേന് ട്രെയിനുകളെല്ലാം ഓൾറെഡി ഫില്ലായി. അപ്പോൾ നമുക്ക് ഭയങ്കര ദുരിതത്തിലാണ് എല്ലാവരും. അപ്പോൾ സർക്കാർ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. സ്പെഷ്യൽ ട്രെയിൻ അലോക്കേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണെന്ന് പറയുന്നു. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഈ വർഷത്തെ ഓണം നാട്ടിൽ വെച്ച് ആഘോഷിക്കണം, കുടുംബക്കാരുടെ കൂടെ സുഹൃത്തുക്കളുടെ കൂടെ ആഘോഷിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിന് വലിയ വിലവർധനമാണ് എന്നാണ് അറിഞ്ഞത്. അതുപോലെ ട്രെയിൻ ടിക്കറ്റും കിട്ടാനില്ല. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യണം എന്നാണ് ആഗ്രഹം. ഓണത്തിന് നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഫ്ലൈറ്റിന് പോകാൻ പറ്റിയില്ല. ട്രെയിനും ഫില്ലാണ് മൊത്തം. ഫെസ്റ്റിവൽ സീസണിലാണല്ലോ ഇവർ മുതലെടുക്കാറ്. അപ്പം എല്ലാം നമ്മുടെ സർക്കാരുകളൊക്കെ കണ്ടിട്ട് ഇതിന്റെ റേറ്റ് ഒക്കെ കുറയ്ക്കുക, സാധാരണക്കാർക്ക് ട്രാവൽ ചെയ്യാനും ഓണം ആഘോഷിക്കാനുള്ള അവസരങ്ങൾ തരിക, അതൊക്കെയാണ് പറയാനുള്ളത്. നാട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. റേറ്റ് കൂടുതലാണ്. ഇപ്പം ഒരു 3 പേരുള്ള ഒരു കുടുംബം പോവുകയാണെങ്കിൽ 30 രൂപ 35 രൂപയോളം അടുത്താവും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബുക്ക് ചെയ്യാൻ പോയി 10 വെയിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ 900 രൂപ അടയ്ക്കുന്നതിന് ഒരു ഓപ്ഷൻ ഉണ്ടാകും. ഓപ്ഷനിൽ നമ്മൾ കയറി 900 രൂപ അടച്ചതിന് ശേഷം നമുക്ക് ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഒറ്റയടിക്ക് 15,000 രൂപയ്ക്കാണ് നമ്മളൊരു ബുക്ക് ചെയ്യാൻ വെച്ചത്. ഇപ്പൊ ട്രെയിൻ ടിക്കറ്റ് എടുത്താൽ പോലും ഒരു മാസം മുന്നേ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ 6 മണിക്കൂർ മുന്നേ ആണ് കൺഫർമേഷൻ അല്ല എന്നുള്ള മെസ്സേജ് വരുന്നത്. അപ്പൊ നമുക്ക് ഫ്ലൈറ്റ് എടുത്തേ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലെ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായി. ഫ്ലൈറ്റ് ടിക്കറ്റ് എപ്പോഴും നോക്കുമ്പോൾ നമ്മൾ 10-15 കൊച്ചിക്കൊക്കെ നല്ല റേറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെയാണ് ഇത്തിരി കുറവ് വരുന്നത്. എന്നാലും നമുക്കത് ബുദ്ധിമുട്ടാണ്. സാധാരണ ട്രെയിനിലാണെങ്കിൽ നമ്മൾ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്താലും ചില ദിവസം തലേ ദിവസമായിരിക്കും നമുക്കത് കൺഫർമേഷൻ അല്ല എന്നുള്ള മെസ്സേജ് വരെ വരുന്നത്. സ്റ്റുഡൻസിന് അറ്റ്ലീസ്റ്റ് കുറച്ച് ഫെയർ കുറച്ച് തരണം എന്നാണ്. കാരണം എപ്പോഴും ഫെയർ നോക്കുമ്പോൾ 7,500 എബോവ് ആണ്. അപ്പം ഇടങ്ങാറാണ് നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകുന്നതും. എപ്പോഴെപ്പോഴും ഫ്ലൈറ്റ് ഉണ്ടാവില്ല, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. നമ്മൾ ഇതേപോലെ ഇപ്പൊ ദിവാലി ബ്രേക്കിന് നെക്സ്റ്റ് ദിവാലി ബ്രേക്ക് ഉണ്ട്. അതിന് നാട്ടിൽ പോവാത്തതിന് കാരണം വെച്ചാൽ ഫെയർ കൂടുതലാണ്. നമുക്കിപ്പോ കോളേജിൽ നിന്ന് ഒരു 10 days ലീവൊക്കെ കിട്ടാം. ആ 10 days എന്തായാലും 1 week 8,000 നമുക്ക് എന്തായാലും മുടക്കാൻ പറ്റില്ല, നാട്ടിൽ പോകാൻ പറ്റില്ല. നോർമലി നമുക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഓൾമോസ്റ്റ് ഒരു 7,000 8,000 റേഞ്ചിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങൾ കോയമ്പത്തൂർക്ക് എടുക്കുമ്പോൾ, ഇനി കൊച്ചിയിലേക്ക് എടുക്കുമ്പോൾ അതിലും കൂടുതലാണ് വരാറ്. കേരളത്തിലേക്ക് എപ്പോഴും കൂടുതലാണ് വരാറ്. അപ്പോൾ ഈ വാർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നോർമലി വന്നിട്ട് ഇപ്പോൾ നമുക്ക് 10,000 എബോവ് ആണ് നോർമൽ റേറ്റ് കാണിക്കുന്നത്. മീൻസ് ഓൾമോസ്റ്റ് 2 to 3 months ആയിട്ട് ഈ റേറ്റ് ആണ്, അത് കുറയുന്നില്ല. YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ്, നാട്ടിലേക്ക് വരാൻ 1 way ടിക്കറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. കേൾക്കുമ്പോൾ അറിയാൻ കഴിയുന്നു ആ ടിക്കറ്റ് നിരക്ക് എത്രത്തോളം ഭീമാകരമാണെന്നുള്ളത്. ഈ ഡൽഹി മലയാളികൾ എന്താണ് പറയുന്നത്? റോഷ്നി, ദില്ലി മലയാളികൾ പങ്കുവച്ച ആശങ്കകൾ, അതിന്റെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഓണക്കാലത്ത് നാട്ടിൽ പോകണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ യാത്രാ ചെലവ് അത് ആലോചിക്കുമ്പോൾ അങ്ങേറ്റം പ്രതിസന്ധിയാണെന്നാണ് സംസാരിച്ച ഓരോ ദില്ലി മലയാളികളും വ്യക്തമാക്കിയിരിക്കുന്നത്. 112 സ്പെഷ്യൽ ട്രെയിനുകളാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. 112 സ്പെഷ്യൽ ട്രെയിനുകളിൽ ഒന്ന് പോലും ദില്ലിയിൽ നിന്ന് ഇല്ല എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഒരു മാസത്തിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ തലേന്നൊക്കെ ആകുമ്പോൾ അതിൽ കൺഫർമേഷൻ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഫ്ലൈറ്റുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അതായത് എയർ ഇന്ത്യ ആയിക്കോട്ടെ, ഇൻഡിഗോ ആയിക്കോട്ടെ, സ്പൈസ്ജെറ്റ് ആയിക്കോട്ടെ, ബുക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ആ വെബ്സൈറ്റുകളിലേക്ക് സന്ദർശിക്കുമ്പോൾ ഇപ്പോൾ 10,000-ന് മുകളിലല്ലാതെ ഒരു ടിക്കറ്റ് പോലും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തായാലും കൊച്ചി ആയാലും ഒപ്പം കോഴിക്കോട്, കണ്ണൂർ, അങ്ങനെ എല്ലായിടത്തേക്കും ദില്ലിയിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 10,000-ന് മുകളിലാണ് കാണിക്കുന്നത്. അതിന് മറികടക്കാനായിട്ട് അവരുടെ മുന്നിലുള്ള മറ്റൊരു വഴി എന്നത് കോയമ്പത്തൂരിലേക്കോ ഗോവയിലേക്കോ ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ നിന്നും ട്രെയിനിലോ ബസ്സിലോ ഒക്കെ നാട്ടിലെത്താം. പക്ഷെ അങ്ങനെ ബുക്ക് ചെയ്യാൻ പോലും കഴിയില്ല. കോയമ്പത്തൂരിലേക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിലും 11,000 രൂപയാണ് നിലവിൽ വിമാന ടിക്കറ്റിന്റെ വില. അങ്ങനെ ആകെപ്പാടെ പ്രതിസന്ധിയിലായ സാഹചര്യമാണെന്നാണ് ദില്ലി മലയാളികളടക്കം വ്യക്തമാകുന്നത്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായാലും നമ്മുടെ കൂടെ ഓരോ ദിവസം ഇവിടെ കാണുന്നവരടക്കം നാട്ടിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ അങ്ങേയറ്റത്തെ വിമാന ടിക്കറ്റിന്റെ വില, ട്രെയിൻ ടിക്കറ്റിന്റെ വില, ബസ്സിൽ പോകുകയാണെങ്കിൽ അങ്ങനെ വലിയ രീതിയിലുള്ള യാത്രാ ക്ലേശമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി എത്രയും വേഗം ഒരു നടപടി സ്വീകരിക്കണമെന്നും പറയുന്നു. അടുത്ത ദിവാലി വരുന്നു, ക്രിസ്മസ് വരുന്നു. ആ സമയത്തെങ്കിലും ഇപ്പോഴുണ്ടായ പ്രതിസന്ധി അടക്കം
കൃത്യമായി പാർലമെന്റ് അംഗങ്ങൾ അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണമെന്നുള്ള ആവശ്യവും കുട്ടികൾ, വിദ്യാർത്ഥികൾ, മുതിർന്നവരടക്കം നമ്മളോട് പറയുകയാണ്. നമ്മുടെ വ്യക്തിപരമായ അനുഭവം അങ്ങനെ തന്നെയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. റോഷ്നി, അതാണ് YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഓണക്കാലത്ത് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ നടക്കുന്നത് ബസ് ലോബിയുടെ കൊള്ളയെന്നാണ് ആരോപണം.